അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ധൃതിയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. വാഹനമെടുത്ത് കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു ഇടുങ്ങിയ വഴിയിൽ അപ്പുറത്തും ഇപ്പുറത്തും വാഹനം പോകാതെ ആളുകൾ തിരക്ക് കൂട്ടുന്നുണ്ട്. വാഹനം ഒരു സൈഡിൽ ഒതുക്കിയിട്ട് എന്താണ് പ്രശ്നമെന്നറിയുവാൻ വേണ്ടി അങ്ങ് ചെല്ലുമ്പോൾ ആ വഴിയിലേക്ക് നീണ്ടു കിടന്നിരുന്ന ഒരു മരത്തിൻ്റെ ശിഖരം ഒരാൾ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുക. എന്നാൽ അത് മുറിച്ചു മാറ്റാൻ സമ്മതിക്കുകയില്ല എന്ന് വീട്ടുകാരനും പറയുക. അങ്ങനെ ആളുകൾ ഇരുപക്ഷത്തും കൂടി പ്രശ്നമാകുകയാണ്. മരക്കൊമ്പ് മുറിച്ചു മാറ്റിയിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ വഴികളിലേക്ക്, റോഡുകളിലേക്ക് തടസ്സം സൃഷ്ടിച്ചു നിൽക്കുന്ന മറ്റുള്ളവരുടെ മരച്ചില്ലകൾ അത് മുറിച്ചു മാറ്റി സുഖകരമായി മനുഷ്യർക്ക് സഞ്ചരിക്കാനും വാഹനങ്ങൾക്ക് പോകാനും സൗകര്യമൊരുക്കി കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഒരു സഹാബി വഴിയിലേക്ക് നീണ്ടുകിടന്ന് മനുഷ്യർക്ക് സഞ്ചാര തടസ്സമുണ്ടാക്കിയ ഒരു കമ്പ്, ഒരു മരത്തിൻ്റെ ശിഖരം മുറിച്ചു മാറ്റിയത് കാരണമായി സ്വർഗത്തിൽ ആ മരശിഖരത്തിൽ ഊഞ്ഞാലാടുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വർഗം ലഭിക്കാൻ മാത്രം പുണ്യകരമായൊരു നന്മയാണ് വഴി തടസ്സം സൃഷ്ടിക്കുന്ന വസ്തുക്കളെ മാറ്റുന്നത് എന്ന് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വഴി മനുഷ്യർക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കുന്നത് പ്രതിഫലാർഹമായൊരു കാര്യമാണെന്ന ബോധ്യത്തോട് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.